ഭദ്രകാളിയുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കാമോ? സാധാരണയായി കേൾക്കാറുള്ള ചോദ്യമാണിത്. പൂർവികർ സ്ഥാപിച്ചിരുന്ന ഭദ്രകാളിയുടെ ഫോട്ടോ ചിലരുടെ വാക്കുകൾ കേട്ട് എടുത്തു മാറ്റിയവരും ഉണ്ടാകും. ആരാണ് കാളി? ശിവപുത്രിയായി മഹാദേവന്റെ തൃക്കണ്ണ് തുറന്ന് അവതരിച്ചവളാണെങ്കിലും സാക്ഷാൽ പാർവതി ദേവി തന്നെയാണ് ദേവി ഭദ്രകാളി. ആദിപരാശക്തിയുടെ മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് ഭദ്രകാളിയുടെ രൂപം ഭയാനകമാണ്. പുറത്തേക്ക് നീട്ടിയ നാവും ഒരു കൈയിൽ അറുത്തെടുത്ത ദാരിക ശിരസും അരക്കെട്ടിൽ മുറിച്ചെടുത്ത കൈകൾ തൂങ്ങിയ രൂപം, അർത്ഥനഗ്നയായ രീതിയിൽ നാവ് പുറത്തേക്കിട്ട് അതിനൊപ്പം ദംഷ്ട്രവും ത്രിശൂലവും പള്ളിവാൾ ഡമരു കങ്കാളം എന്നിവ ആയുധങ്ങളും അസ്ഥിമാല ആഭരണങ്ങളും ശിരസിലെ ജടയിൽ അലങ്കരിച്ചിരിക്കുന്ന നാഗപണങ്ങളും എല്ലാം സാധാരണക്കാരനായ ഭക്തനിൽ ഭയത്തെ ജനിപ്പിക്കുന്നു. നമ്മെ ഭയപ്പെടുത്തുന്ന രൂപത്തെ ആദരിക്കുമ്പോൾ ഭയം അപ്രത്യക്ഷമാകും എന്ന തത്വം ഇതിനു പിന്നിലുണ്ട്. ഭക്തർ ഓർക്കേണ്ടത് ആദിപരാശക്തിയായ ദേവി ദുഷ്ടനിഗ്രഹത്തിനായി കൈക്കൊണ്ട രൂപമാണിത്. കാലാകാലങ്ങളായി നമ്മുടെ പൂർവികർ ആരാധിച്ചിരുന്ന രൂപമാണിത്. അതുവഴി അവരുടെ കുലവും കുലധർമ്മവും സന്തതി പരമ്പരയും അനുഗ്രഹമായി തുടരുന്നു. അമ്മയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ദുഷ്ടശക്തികൾ മാറി നിൽക്കും. ഗൃഹത്തിലുള്ളവർ അമ്മയുടെ സംരക്ഷണ വലയത്തിലായിരിക്കും. തന്റെ മക്കൾക്ക് ദോഷം സംഭവിക്കാൻ അമ്മ അനുവദിക്കുകയില്ല. അതിനാൽ ശ്രീഭദ്രകാളിയുടെ ചിത്രം വീട്ടിൽ സന്തോഷപൂർവ്വം വയ്ക്കാവുന്നതാണ്. ദേവീ കടാക്ഷമുള്ള ഗൃഹത്തിൽ എപ്പോഴും ഐശ്വര്യം വിളയും. ഭദ്രകാളിയുടെ ഭക്തരെ ആഭിചാരം കൂടോത്രം എന്നിവ ബാധിക്കാറില്ല. അവരുടെ മരണം നിദ്രയിലായിരിക്കും എന്നാണ് വിശ്വാസം.